Hello friends, this is Niranj here. The topic which we are going to discuss today is depression. So let's talk depression. ഡിപ്രഷനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോവാം. അതായത് ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്താണ്, ഡിപ്രഷൻ്റെ കോസസ് എന്താണ്, ഡിപ്രഷൻ്റെ എഫക്ട്സ് എന്താണ്, പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു അഡൾട്ടിനോ ഡിപ്രഷൻ വന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. സോ അതൊക്കെയാണ് നമ്മളൊന്ന് കവർ ചെയ്ത് പോകാൻ പോകുന്നത്. ബേസിക്കായിട്ട് നമ്മുടെ ഈ സിനിമകളിലൊക്കെ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകും എങ്ങനെയാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നതും പിന്നെ ഡിപ്രഷൻ കാരണം ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു അഡൾട്ട് എങ്ങനെയാണ് എന്താ ചെയ്യുക അതിനെ ഫേസ് ചെയ്യുന്നതും അതിൻ്റെ കുറച്ച് എഫക്ട്സും അതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാകും. പറയുകയാണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയില്ലേ, അപ്പോൾ അതിൽ ആ സജി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതേപോലെ ഡിപ്രഷൻ വന്നിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു കൗൺസിലറെ പോയി കാണുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ബേസിക്കായിട്ട് ഡിപ്രഷൻ, അതായത് ആ ഒരു ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് ഇൻവോൾവ്സ് എ ഡിപ്രസീവ് മൂഡ് ഓർ ലോസ് ഓഫ് പ്ലഷർ ഓർ ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മുടെ ഈ സാഡ്നെസ്, അതായത് സങ്കടം വരുന്നത് പോലെയല്ല ഡിപ്രഷൻ. സങ്കടം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം, ഒരു വെരി ടെമ്പററി പീരീഡ് ഓഫ് ടൈമിനായിരിക്കും. പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ എ പ്രൊലോങ്ഡ് ടൈം. ഡിപ്രഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം റെഗുലർ മൂഡ് ചേഞ്ചസ് ആൻഡ് ഫീലിങ്സ് അബൌട്ട് എവറിഡേ ലൈഫ്. അതാണ് ഡിപ്രഷൻ. അതായത് നമ്മുടെ സങ്കടങ്ങളെ അപേക്ഷിച്ച് ഡിപ്രഷൻ വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തൻ്റെ ആ വിഷമം അല്ലെങ്കിൽ ആ സാഡ്നെസ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് എക്സിസ്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലായാലും പിന്നെ മെൻ്റൽ ആക്ടിവിറ്റീസിലായാലും അത് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ കുട്ടികളിൽ വരുമോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അഡൾട്ടുകളിൽ അല്ലെങ്കിൽ പ്രായം ചെന്ന വ്യക്തികളിൽ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ ശരിക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അസുഖത്തിന് ശരിക്കും ഒരു ഏജ് ഗ്രൂപ്പ് എന്നതില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. ഇറ്റ് മേ ബി ഫോർ ചിൽഡ്രൻ ഓഫ് പെർട്ടിക്കുലർലി ഓഫ് 0 to 10 years of age and also it can occur in adult. സോ അപ്പോൾ അതിന് നമ്മൾ ഒരു ഏജ് കൺസ്ട്രെയിൻറ്റ് കൊടുക്കാൻ പറ്റില്ല. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡിപ്രഷൻ ചിൽഡ്രനിലും വരാം എന്നതാണ്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ആർ ദ കോസസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് തിങ് ഈസ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ. അതായത് ഒരു വ്യക്തി താൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് സന്തോഷം കൊടുക്കുന്ന ചില ആക്ടിവിറ്റീസ് കാണും. ഫോർ എക്സാമ്പിൾ അത്ലറ്റിനാണെങ്കിൽ അവൻ കളിക്കുന്നത് അവൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇൻ സ്പോർട്സ് അവന് സന്തോഷം കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത് ആ വ്യക്തിയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ അദ്ദേഹം ഈടുപെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് ബ്രെയിനിൽ നമുക്ക് ഈ ചില ഹോർമോൺസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പലതരം ഹോർമോൺസ്, ഡോപ്പമീൻസ്, സെറോട്ടോണിൻസ്, അങ്ങനത്തെ കുറേ ഹോർമോൺസ് കാണും. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ സെഗ്രിഗേഷൻ കുറയും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ ദീസ് ഹോർമോൺസ് ആർ സെഗ്രിഗേറ്റഡ് ലെസ് ഇൻ അവർ ബ്രെയിൻ വിച്ച് അഫക്ട്സ് അവർ മെൻ്റൽ ഹെൽത്ത്. അതായത് ഈ ഹോർമോൺസ് നമ്മുടെ ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ആ വ്യക്തി സാഡ്നെസ്സിലോട്ട് തള്ളപ്പെടുകയാണ്, അല്ലേ? അപ്പം ഡിപ്രഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് മേജർ കോസ് ഫോർ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദിസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഗീവ്സ് എസ് പ്ലഷർ. അതായത് ഫോർ എക്സാമ്പിൾ ചിലർക്ക് ബുക്ക് വായിക്കുന്നത് ഒരു പ്ലഷർ കൊടുക്കുന്ന ആക്ടിവിറ്റി ആയിരിക്കും, ചിലർക്ക് സിനിമ കാണുന്നത്, ചിലർക്ക് എന്താ പറയുക ഈ പാട്ട് കേൾക്കുന്നത്, അങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് കാണുമല്ലോ. അപ്പോൾ ഈ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതോറും നമ്മുടെ ഡോപ്പമീൻ്റെ ലെവൽ ഇൻക്രീസ് ആവുകയാണ്. അപ്പം ദിസ് ലെവൽ ഇൻക്രീസ് ഇൻ ദ ഡോപ്പമീൻ ലെവൽ മേക്സ് എസ് ഹാപ്പി ആൻഡ് ഈ ഡോപ്പമീൻ്റെ ലെവൽ കുറയുന്നത് ഡിപ്രഷനിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബിഹേവിയറാണ്. അതായത് ഈ എപ്പോഴും ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പിയർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അത് കാരണം സന്തോഷം കൊടുക്കുന്ന ഒരു പ്രക്രിയ ആകുമല്ലോ. അപ്പം ആ ഒരു ആക്ടിവിറ്റികളിൽ അവർ
ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ചെയ്യാത്തത് കാരണം ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോപ്പമീൻ്റെയും നോറഫിൻഫ്രൈൻ്റെയും പിന്നെ സെറട്ടോണിൻ്റെയും ലെസ് എമൗണ്ട് ഓഫ് സെഗ്രിഗേഷൻ വിൽ ലീഡ് ദ ഇൻഡിവിജ്വൽ ടു ഡിപ്രഷൻ. അപ്പോൾ ഇതാണ് കോസസ്. പിന്നെ വേറെ ചില കാരണങ്ങളാൽ ഡിപ്രഷൻ വരാം. അതായത് ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ, അതായത് ആ വ്യക്തിക്ക് ഇതിനു മുൻപ് ഒരു ഡിപ്രസീവ് ഡിസോർഡർ വന്നിട്ടുണ്ട് എന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാരൻസിന് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ടായിരുന്നു എങ്കിൽ മേ ബി ഹി ഹാസ് എ ഹൈസ്റ്റ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഡിപ്രസ്ഡ്. ആൻഡ് ആൾസോ ഈ ചില കുട്ടികളിൽ നമുക്ക് ഈ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ കണ്ടുവരുമല്ലോ, അങ്ങനത്തെ കുട്ടികളിൽ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ചൈൽഡ് അബ്യൂസ്, പിന്നെ ഈ റാഗിങ്, അങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് കാരണം ഡിപ്രഷൻ, അതിലെ ഒരു കുട്ടി ഡിപ്രഷനിലോട്ട് തള്ളപ്പെടുകയാണ്. പിന്നെ ഈ സ്കൂളിൽ വരുന്ന പ്രോബ്ലംസും, പിന്നെ പ്രധാനപ്പെട്ട ഈ ഇന്നത്തെ ജനറേഷനിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ ഈ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ഞാൻ ആരാ എന്നൊരു ഒരു ബോധം, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ, എൻ്റെ ജെൻഡർ എന്താണെന്ന് ചില ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉള്ള കുട്ടികളിൽ ഈ എന്താ പറയുക, ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് പോകെ വേറെ ചില കാരണങ്ങളെല്ലാം ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് സ്വന്തമായിട്ട് എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതിയുള്ള വ്യക്തികൾക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ മോശമാണ്, എനിക്ക് കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ ചിന്തകൾ ഉള്ള വ്യക്തികളിൽ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഹിസ്റ്ററി ഓഫ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ, അതായത് നേരത്തെ ഇതിനു മുൻപ് വന്നിട്ടുള്ള വ്യക്തികൾക്ക് ഇത് വരാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ്. പിന്നെ ഈ ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ വരുമല്ലോ, ഈ ബ്രെയിൻ ഇഞ്ചുറീസും പിന്നെ എന്തെങ്കിലും ബോഡിലി റിലേറ്റഡ് പ്രശ്നങ്ങളാലും ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ഡിപ്രഷൻ വന്നാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വാട്ട് ആർ ഓൾ ദ സിംറ്റംസ് ടു ഐഡൻറ്റിഫൈ ഡിപ്രഷൻ? അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളിൽ നമുക്ക് ഇറിറ്റബിൾ മൂഡ് കാണാൻ പറ്റും. അതായത് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രൊവോക്ക് ചെയ്താൽ പോലും ആ കുട്ടികൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ എളുപ്പത്തിൽ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യും. അതൊരു സിംറ്റമാണ്. അപ്പോൾ നമുക്ക് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നൊരു നിലയിൽ കുട്ടികളിൽ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതായത് ഇറിറ്റബിൾ മൂഡ്. പിന്നെ ഡിമിനിഷ്ഡ് ഇൻട്രസ്റ്റ് ഓർ പ്ലഷർ, അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ ഒന്നിലും ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ചില കുട്ടികളുണ്ടാവും. അപ്പം അവരിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഇറ്റ് മേ ബി ഡ്യൂ ടു ഡിപ്രഷൻ. അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു ആക്ടിവിറ്റികളിൽ അതായത് ഒരു അസൈൻമെൻറ്റ് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊടുത്താലോ അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ, ആ കുട്ടി അതിൽ ഇൻവോൾവ്മെൻറ്റ് പ്രകടിപ്പിക്കില്ല. അത് ഒതുങ്ങിക്കൂടി അത് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അബ്സർവ് ചെയ്യാൻ പറ്റണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ വെയിറ്റ് മാറ്റമുണ്ടാകും. നമുക്ക് ഈ അഡലസൻറ്റ് പീരീഡിൽ വെയിറ്റിൽ അല്ലെങ്കിൽ ബോഡി ചേഞ്ചസ് കാരണം വെയിറ്റ് മാറുന്നത് നോർമലാണ്. പക്ഷേ ഈ ഡിപ്രഷൻ വരുന്ന കുട്ടികളിൽ, അതായത് അവർക്ക് കഴിക്കാൻ അല്ലെങ്കിൽ ഫുഡിനോടധികം താല്പര്യം കാണില്ല. ഒന്നുകിൽ ഫുഡ് നല്ലവണ്ണം കഴിക്കും അല്ലെങ്കിൽ തീരെ കഴിക്കാതെ ആയിരിക്കും. അത് ഈറ്റിംഗ് ഡിസോർഡർ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഡിപ്രഷനുള്ള ഈ വ്യക്തികൾക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ കാണില്ല. ഒന്നുകിൽ അവർ പെട്ടെന്ന് ഒബീസായി പോകും, അല്ലെങ്കിൽ അവർ തീരെ മെലിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ബോഡിയിലെ ചേഞ്ചസ് കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് കുട്ടിക്ക് എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ എന്നൊക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ പലപ്പോഴും കാണപ്പെടുന്ന ഒരു പ്രക്രിയയാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. അതായത് ഉറങ്ങാനൊരു പ്രത്യേക ഷെഡ്യൂൾ കാണില്ല. അതായത് ഒന്നുകിൽ ഭയങ്കര ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ് ആക്ടിവിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ തീരെ ഉറക്കമില്ലായ്മ എന്നൊരു കണ്ടീഷനിലും കാണാൻ ചാൻസ് ഉണ്ട്. ഇനി റെസ്റ്റ്ലെസ്നെസ്, അതായത് ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഈ സ്റ്റേജിൽ കയറിയാലോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ചില ഇങ്ങനെ ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഹാൻഡ് ടാപ്പിംഗ് അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് മൂവ്മെൻറ്റ്സ് കാണും. അതായത് ഒരു നാച്ചുറൽ അല്ലാത്ത ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, കൊട്ടടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ താളം കൊട്ടുക, അങ്ങനത്തെ ചില മൂവ്മെൻറ്റ്സ് കാണും. അപ്പോൾ അതും ഇറ്റ് മേ ബി ഡ്യൂ ടു ഡിപ്രഷൻ എന്നാണ് പറയുന്നത്.
പിന്നെ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുക. അതായത് സ്വാഭാവികമായിട്ടും ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും. അതായത് താൻ വർത്ത്ലെസ് ആണ്, തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ചില ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ആസ് എ ടീച്ചർ ഓർ ആസ് എ പാരന്റ് ഹൗ ടു ഓവർകം ദീസ് പ്രോബ്ലംസ് ഇൻ ചൈൽഡ് ഓർ ഇൻ യുവർ മേ ബി യുവർ സൺസ് ഓർ ഡോട്ടർ. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഡിപ്രഷൻ ഉള്ളത്. അതായത് ഫസ്റ്റ് വൺ ഈസ് നമുക്ക് സ്വാഭാവികമായിട്ട് കൊടുക്കാൻ പറ്റുന്ന കൗൺസിലിംഗ്, പിന്നെ ഈ ഇൻ്റർവ്യൂസ് കാരണം, അതായത് നമ്മുടെ സൈക്കോ തെറാപ്പി എന്ന് പറയും. അതായത് ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്ന തന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത്. കൗൺസിലിങ്ങിൻ്റെ ചില വേറെ ടൈപ്സ് ഉണ്ട് കേട്ടോ. കൗൺസിലിങ്ങിൽ ഫോർ എക്സാമ്പിൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊരു തെറാപ്പി ഉണ്ട്. അതായത് നമ്മുടെ ഈ ഡോക്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിച്ച് ആ കുട്ടികളെ പലതരം ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവൻ്റെ ആ കണ്ടീഷൻസ് മനസ്സിലാക്കി അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്ന് ഒരു വിദഗ്ധൻ, അതായത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ, ഹി ക്യാൻ ഡു റെമഡീസ്. ആൻഡ് ഓൾസോ ദിസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ഫാർമസോതെറാപ്പി. ഈ ഫാർമസോതെറാപ്പി ഇൻവോൾവ്സ് ഡ്രഗ്സ്. ബട്ട് അത് നമുക്ക് ഈ നോർമലായിട്ടുള്ള ഈ സൈക്കോളജിസ്റ്റിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം യൂസേജ് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഇൻവോൾവ് ചെയ്യുന്നത് കുറച്ച് ഡോക്ടേഴ്സിൻ്റെ എക്സ്പെർട്ടൈസ് വേണം. അപ്പോൾ അതിനോട്ട് പോകുമ്പോൾ ഈ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള കോമൺ ഡ്രഗ്സ് എന്ന് പറയുന്നത് SSRI എന്നാണ്. അതായത് സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. ഇതാണ് നമുക്ക് ഈ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് പ്രധാനമായും എങ്ങനെയാണ് ഡിപ്രഷൻ വരുന്നതെന്നും ഡിപ്രഷൻ കുട്ടികളിൽ ഉണ്ടാകുമോ എന്നൊരു കോസും, പിന്നെ എങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും, അതുമാത്രമല്ല എങ്ങനെയാണ് ഈ ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നത്തെ കുറേ കാരണങ്ങളാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് മീ സൈനിങ് ഓഫ്.